ശ്രീ പി ആർ ശിവശങ്കർ, രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി, സഭയിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയെന്നാണ് കേൾക്കുന്നത്. ഇനി മണ്ഡലത്തിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അപ്പോൾ അവിടെ BJP കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണോ നിലപാട്? ഇന്നത്തെ രാഹുലിന്റെ സഭയിലേക്കുള്ള വരവിനെയും BJP എങ്ങനെ കാണുന്നു? ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഇത്തരം ചർച്ചകൾ നടത്തേണ്ടി വരുന്നത് തന്നെ ഈ നാടിന് അപമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നതും ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു അപമാനം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരം ചർച്ചകളെ സംഘടിപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും അപമാനകരമായ ഒരു സാഹചര്യമാണ്. കേരളത്തിലെ കോൺഗ്രസ്സിന് മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അപമാനമുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഈ MLAയുടെ എപ്പിസോഡ്. ഞാൻ ആ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സഭയിൽ വേണ്ടാത്തവനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വെറുക്കപ്പെട്ടവനെ എങ്ങനെയാണ് സമൂഹം സ്വീകരിക്കേണ്ടത്? ഒരു സഭയിൽ കയറ്റാൻ കൊള്ളാത്തവനെ എങ്ങനെയാണ് വീട്ടിൽ കയറ്റേണ്ടത്? എങ്ങനെയാണ് പാലക്കാട് അതിനെ അംഗീകരിക്കുക? ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇത്തരം അപമാനമേറ്റ, ഇത്തരം സ്ത്രീശാപമേറ്റ ഒരു MLAയെ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ല, ഭാരതത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത്രയേറെ സ്ത്രീശാപമേറ്റ ഒരു വ്യക്തിയെ പാലക്കാടുകാർ അംഗീകരിക്കില്ല, അങ്ങോട്ട് കയറ്റില്ല എന്നുള്ള BJPയുടെ വാദമുഖം വളരെ വ്യക്തമാണ്. അതിനു വേണ്ടിയിട്ട് സംഘടന ഏത് രീതിയിലും മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല. എനിക്ക് അടുത്ത ഒരു വിഷമം വന്നത്, ശ്രീകുമാർ സാറിനെ പോലെയൊക്കെ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായി ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. അദ്ദേഹത്തിനോട് മറ്റു പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് ശക്തമായ രാഷ്ട്രീയ എതിർപ്പ് പോലെ തന്നെ മറ്റു ചില അഭിപ്രായത്തിലും വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളും മാനിക്കത്തക്കതാണ് എന്ന് ഇതുവരെ വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ നോക്കൂ, ഇന്ന് അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട വാക്കുകളുടെ നീണ്ട നിരകളൊന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളത് ധാർമ്മികമായി അദ്ദേഹത്തിന് ഈ വാദത്തെ പിന്തുണയ്ക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളതും, ലോക ചരിത്രത്തിലെ പല ചക്രവർത്തിമാരും സിംഹാസനങ്ങളും സാമ്രാജ്യങ്ങളും ഒഴുകിപ്പോയതെല്ലാം ഇത്തരം സ്ത്രീ ശക്തികളുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ ശാപത്തിൻ്റെ പേരിലാണ് എന്ന് ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ എപ്പോഴെങ്കിലും ഓർക്കണം. ഇവിടെ നോക്കൂ, ഒരു ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുശാസനൊക്കെ കാണിച്ച കൗരവ സാമ്രാജ്യത്തിലെ ഏറ്റവും നീതികെട്ട ഒരു സംരംഭം, ആ ഒറ്റ ശാപത്തിൻ്റെ പേരിലാണ് കൗരവർ നശിച്ചു പോയെന്നുള്ള ഒരു പാഠവും നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ അതിന് തുല്യമായ കാര്യം, ഭ്രൂണഹത്യ തൊട്ട് എല്ലാ കാര്യവും ഈ വ്യക്തിയുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്നത്? എന്നിട്ട് ഞാൻ ശ്രീകുമാർ സാറിനെ കുറിച്ച് ഒരിക്കൽ കൂടി പറയട്ടെ, അദ്ദേഹത്തിന് ഇതിൻ്റെ ന്യായവാദം അറിയാഞ്ഞിട്ടല്ല. മഹാഭാരതത്തിൽ അത്രയൊന്നും ജനഹിതമല്ലാത്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയാത്ത പ്രശസ്തമല്ലാത്തൊരു വാചകം കൂടിയുണ്ട്. രാജപിണ്ഡം എന്നൊരു പ്രയോഗമുണ്ട്. അത് ഭീഷ്മരെയും ദ്രോണരെയും എല്ലാം പ്രകീർത്തിച്ചുകൊണ്ടാണ്. സത്യവും നീതിയും ധർമ്മവും എന്താണെന്ന് അവർക്കറിയാം, പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കില്ല. നിർഭാഗ്യവശാൽ ശ്രീകുമാർ സാറും ഇവിടെ കോൺഗ്രസിൻ്റെ രാജപിണ്ഡമായി മാറിപ്പോയില്ലേ? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അത് തെളിഞ്ഞു കാണുന്നില്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ശ്രീകുമാരനാഥ് സാറിനെ പോലെ അനേകായിരം കോൺഗ്രസ്സുകാർക്ക് ഇത്തരം വിഷമമുണ്ട്. ഈ ശാപത്തെ തലയിലേറ്റി നടക്കുന്നതിൽ വിഷമമുണ്ട്. ഞാൻ ഒരുപാട് കോൺഗ്രസ്സുകാരോട് ബന്ധപ്പെടുന്ന ആളാണ്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കോൺഗ്രസ്സുകാർ. അവർക്ക് നല്ല വിഷമമുണ്ട് ഈ കാര്യത്തിൽ, ഒരു സംശയവുമില്ല. അതിൽ പൊട്ടിത്തെറി തന്നെ നേരിടേണ്ടി വരും, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, അദ്ദേഹം പറഞ്ഞ വാദമുഖത്തിലെ മറ്റൊരു പാളിച്ച, അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ആ വാദമുഖങ്ങളെ ഈ ശ്രീകുമാർ സാറോ കോൺഗ്രസ്സോ എന്തുകൊണ്ട് സണ്ണി KPCCയുടെ പ്രസിഡന്റോ എന്തുകൊണ്ട് അത് അംഗീകരിച്ചില്ല അല്ലെങ്കിൽ അതിനെ എതിർത്തില്ല? അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ലല്ലോ ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും. അപ്പോൾ അദ്ദേഹം ഇന്നിന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആ തെറ്റുകളെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു എന്ന് പറയുവാൻ പോലുമുള്ള ഒരു രാഷ്ട്രീയ ആരോഗ്യമില്ലാത്തൊരു സംഘടനയായി പോയി എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഈ വ്യക്തികളുടെ 2 പേരുടെ അല്ലെങ്കിൽ 3 പേരുടെ സാമ്പത്തികമായ ശക്തിക്കും അതുപോലെ തന്നെ അവരുടെ മറ്റു പല ശക്തികൾക്കും ഭീഷണികൾക്കും മുൻപിൽ കേരളത്തിലെ പാവപ്പെട്ട വനിതാ നേതാക്കൾ, കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഭയന്നു പോയതുപോലെ ഈ മീശ വെച്ച വനിതകളും ഭയന്നു പോയിരിക്കുന്നു. ഇവർക്ക് തൻ്റെ ഇടത്തോടെ ഇത് തെറ്റാണെന്ന് പറയുവാനുള്ള ധൈര്യമില്ല, ആത്മധൈര്യമില്ല എന്ന ഗതികേടിലേക്ക് മാറിയിരിക്കുന്നു. രഹസ്യമായി പറയണമെന്നുണ്ട് ചിലരൊക്കെ. മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്? ചില രൂപങ്ങളെ കുറിച്ച് ബാക്കിയെല്ലാം മനസ്സിലായല്ലോ. ഇതും പറഞ്ഞു വരുന്നതിന് അർത്ഥം മനസ്സിലായില്ല. ശരി, എങ്കിൽ ഞാൻ സ്ത്രീവിരുദ്ധമാണ് ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു.
മീശ വെക്കാത്ത പുരുഷന്മാർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും എന്നെക്കുറിച്ചൊരു കുറ്റം പറയാനൊരു ചാൻസ് ഏതായാലും സ്മൃതിക്ക് കിട്ടിയല്ലോ, സന്തോഷം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ഒരു ആത്മധൈര്യമില്ലാത്ത നേതാക്കളുടെ നിയന്ത്രണത്തിലാണ് കോൺഗ്രസ്. ധൈര്യമില്ലാത്ത, ആത്മധൈര്യമില്ലാത്ത, ശക്തമായി ധാർമ്മികതയെ ഉയർത്തിക്കാണിക്കാൻ പറ്റാത്ത നേതാക്കൾ. അണികൾക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട്, അവർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. അണികൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. ഈ മൂവർ സംഘത്തിൻ്റെ പിടിയിലായതിനെതിരെ ശക്തമായി കോൺഗ്രസിൻ്റെ അടിയിൽ വളരെ എതിർപ്പുണ്ട്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ പിളർപ്പ് ഒരു സംശയവുമില്ല. അതിൽ നല്ല നേതാക്കൾ, ഇതിൽ വിഷമിക്കുന്ന നേതാക്കൾ, ഇത്തരം ആളുകളെ ചുവക്കേണ്ടി വരുന്നതിൽ ഗതികേടുള്ള പല MLA-മാരെയും തങ്ങളുടെ വീട്ടിലേക്ക് കയറ്റുവാൻ എങ്ങനെ ഇദ്ദേഹമുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് മറ്റു സ്ത്രീകളെ ആളുകൾ പറഞ്ഞുവിടും? നമുക്ക് ഞാൻ അടുത്ത ചോദിക്കട്ടെ, ഇവർക്ക് നിയമപരമായി കേസില്ല എന്ന് മാത്രമല്ലേ കോൺഗ്രസിന് പറയാൻ പറ്റുള്ളൂ? കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റിനും ഈ പ്രസിഡന്റിനും പേരെഴുതി കത്ത് കൊടുത്ത, കംപ്ലൈൻറ്റ് കൊടുത്ത എത്ര വനിതാ നേതാക്കളെ എനിക്കറിയാം. പല CPM-ൻ്റെ നേതാക്കളടക്കം, എൻ്റെ സുഹൃത്തുക്കളടക്കം അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പലരുടെയും പേര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, KSU-ൻ്റെ കാലത്ത് പോലുള്ള ഇത്തരത്തിലുള്ള ഒരു അപമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ഈ മനുഷ്യൻ മാറിയിട്ടുണ്ട് പലരെയും. അത് സ്വന്തം കൂടപ്പിറപ്പിനും കൂടെ വർക്ക് ചെയ്യുന്നവരെ മാത്രമല്ല, അവരുടെ പിതാവിനെയും മാതാവിനെയും അടക്കം അപമാനിക്കുന്ന രീതിയിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേസുണ്ട്, അന്നത്തെ കാലത്തൊട്ട് കൃത്യമായി കംപ്ലൈൻ്റ് ഉണ്ട്. ഇതൊന്നും അറിയാൻ പാടില്ല എന്നിട്ടല്ല സംസ്ഥാനത്തെ നേതാക്കന്മാരടക്കം VD സതീശനടക്കം ഇങ്ങനെ പെരുമാറുന്നത്. VD സതീശന് തീരുമാനം എടുത്തിട്ട് പോലും അദ്ദേഹത്തിന് ഈ പുതിയ MLA-യെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ മറ്റൊരു അധപ്പതനത്തിന്റെ തുടക്കമാണ്. സഭയിലെത്തിയതുപോലെ മണ്ഡലത്തിലേക്കും പോകാൻ തയ്യാറെടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. മിക്കവാറും വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അദ്ദേഹം മണ്ഡലത്തിലെത്തും. എന്താണ് അവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു എന്നുകൊണ്ട് ഒരാൾക്ക് മണ്ഡലത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ MLA ആണ്, അവിടുത്തെ ജനം വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത MLA ആണല്ലോ. ഭൂരിപക്ഷത്തിൽ, അനേക ലക്ഷങ്ങളുടെ ആയിരങ്ങളുടെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത ഒരു MLA മാത്രമല്ല, പല ഭരണകൂടങ്ങളെയും പഴുതെറിഞ്ഞ ശക്തി ഈ ലോകത്തിലെ ജനത, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനത, ഭാരതത്തിലെ ജനത, കേരളത്തിലെ ജനതയും പലകുറി തെളിയിച്ചിട്ടുണ്ട്. ഇതൊന്നും അവരുടെ മുന്നിൽ നിലനിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ തവണ കുറച്ച് വോട്ട് നേടി എന്നുള്ളത് കൊണ്ട് മുഴുവൻ അധാർമികതയും അടുത്ത 5 വർഷത്തേക്ക് കാണിക്കുവാനുള്ള ലൈസൻസ് തനിക്ക് കിട്ടി എന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ MLA-യോ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തടുക്കുവാനുള്ള ശക്തി കേരളത്തിലെ BJP-ക്കുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് ഒരു സംശയവുമില്ല, ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അത്തരം ഒരു അധാർമിക പ്രവൃത്തി ചെയ്ത, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് അപമാനകരമായ, സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും കരമായ ഒരു വ്യക്തിയെ ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല പാലക്കാട് ഒരിക്കലും അടുപ്പിക്കില്ല. അതിനുള്ള രാഷ്ട്രീയ സംഘടനാ ശക്തിയൊക്കെ പാലക്കാട് ഞങ്ങളുടെ ചെറുപ്പക്കാർക്കുണ്ട്. അത് അവർ കാണിക്കുക തന്നെ, ഞങ്ങളുടെ പലതവണ അത് കാണിച്ച് നൽകിയിട്ടുമുണ്ട്. അതൊന്നും ഒരു സംശയമില്ല, അത് പേടിക്കൊന്നും വേണ്ട. കാണാൻ പോണ പൂരത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്ത് ഞാൻ സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സഭയിൽ വന്നെന്ന കാരണം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അടിയറ പറയിച്ചിരിക്കുന്നു. നാണവും മാനമുള്ള സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇവരുടെ നയമല്ലേ തെളിഞ്ഞിരിക്കുന്നത്? ഇത്രയേറെ അപമാനകരം, ഇത്രയേറെ സ്ത്രീകളുടെ കണ്ണുനീർ, ഇത്രയേറെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോലും ആ വ്യക്തിക്കെതിരെ നടപടിയെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം തൻ്റെ സഭയിലേക്ക് തിരിച്ചു വരുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ശക്തമായി അതിനെതിരെ എതിർപ്പ് കാണിച്ചിട്ട് പോലും അദ്ദേഹം കരണമെങ്കിൽ ഈ വ്യക്തിയെ പിന്തുണയ്ക്കുന്ന ഒരു പ്രത്യേക ഉപജാപക സംഘത്തിൻ്റെ ശക്തിയും കോൺഗ്രസിൽ നിയന്ത്രണാതീതമാണ്. അതിൽ വളരെയേറെ വിഷമമുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഞാൻ വ്യക്തമായി വിശ്വസിക്കുന്നു, ശ്രീകുമാർ സാറിനടക്കം ഈ ചാനലിൽ നിന്നും ക്യാമറയുടെ മുന്നിലും മാറിയാൽ അദ്ദേഹവും ഇത് സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ധാരാളം നേതാക്കളുണ്ട്. അവരുടെ പ്രതികരണവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു തെറ്റായ നയത്തിലേക്ക് കോൺഗ്രസ് ഇനിയും പോകും ഞാൻ വിശ്വസിക്കുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.